ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നാൽ ഇന്നൊരു ശനിയാഴ്ചയും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും വേറെ എന്തൊക്കെയാണെന്ന്. നല്ല ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കണപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നിട്ടോ. എന്നിട്ട് ഞാനത് ബാബിനോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഉപ്പുമാവ് ഞാനും കൂടിയിട്ടേ കുറേ കാലം മുന്നത്തെ ഒരു ഫ്ലാഷ് ബാക്ക് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടിയിട്ട് ഉള്ളാടത്തേക്ക് ഒരു സിയാർത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിശപ്പ് കേട്ടോ. ഇവരെല്ലാവരും അവിടെ എത്തിയിട്ടുള്ള ടൈം ആയിട്ടുള്ളൂ കേട്ടോ, എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഉപ്പ എന്നായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയിട്ടോ. അപ്പോൾ അവിടെ എനിക്കിഷ്ടപ്പെട്ടതായിട്ട് ഒന്നുമില്ല. അപ്പോൾ പിന്നെയും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഉപ്പുമാവാണ് തോന്നിയത് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉപ്പുമാവ് പറഞ്ഞു. അപ്പോൾ ഒരു ഉപ്പുമാവിലേക്ക് കറിയാണ് കേട്ടോ കൊടുക്കുന്നത്, ഒരു ഗ്രേവി പോലത്തെ എന്തോ ഒരു കറിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മലയാളിയിൽ തന്നെയായിരുന്നു, പക്ഷേ അവർ വേറെ സ്ലാങ് വേറെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി കൊടുക്കുന്നപ്പോൾ അത് എനിക്ക് കറി വേണ്ട, എനിക്ക് പഞ്ചസാര മതി. ഞാനൊരു ചെറിയ കുട്ടിയായിരുന്നല്ലോ. അപ്പോൾ എനിക്കിത് വേണ്ട, എനിക്ക് പഞ്ചസാര മതി എന്നാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ആകെ ഭയങ്കര അതിശയം, പഞ്ചസാര എന്നിട്ട് എന്നെ അവർ ഭയങ്കരമായിട്ട് കളിയാക്കി കേട്ടോ. അപ്പോൾ എനിക്ക് പഞ്ചസാര കൊടുത്തു തന്നു, ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവരവിടെയൊക്കെ പഞ്ചസാര ഞാനാന്ന് തോന്നുന്നു ആദ്യമായിട്ട് വന്നിട്ട് ഉപ്പുമാവിൽ പഞ്ചസാര ഇട്ട് കഴിക്കുന്നത് അവരെന്നെയാണ് കണ്ടത് തോന്നുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്നൊക്കെ കഴിച്ച് വന്നു. പിന്നെ ഞങ്ങൾ നാട്ടിലെത്തിയതിൻ്റെ ശേഷം വീട്ടിലൊരിക്കൽ ഉപ്പുമാവ് ഉണ്ടാക്കിയപ്പോൾ ഇവർ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നു, അവിടുത്തെ സംഭവം എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കറി കൂട്ടിയിട്ട് വെറുതെ ഒന്ന് കഴിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം ഞാൻ ഉപ്പുമാവ് ഈ കറി കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കാര്യം അങ്ങനെ ഞങ്ങളിത് ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഫുഡ് കഴിക്കലും കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേരോട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ എല്ലാനായിട്ട് ഇപ്പോൾ എവിടെ പോകുന്നതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. കാരണം രണ്ടുപേരും കൂടി തീരെ ഇപ്പോൾ പറ്റണില്ല കേട്ടോ. പ്രത്യേകിച്ച് ബസ്സിൽ പോകാൻ തീരെ പറ്റാണ്ടായി. എന്നാലും അവളെ കൊണ്ടുപോകാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ, രണ്ടുപേരും കൊണ്ടുപോകണമല്ലോ. അപ്പോൾ മാധവിൻ്റെ തന്നെ എപ്പോഴും കൊണ്ടുപോകുമ്പോൾ എൻ്റെ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവളെപ്പോഴും പറയും ഉമ്മച്ചിക്ക് എന്നെ ഇഷ്ടമില്ല അല്ലേ, ഉമ്മച്ചി എന്നെ കൊണ്ടുപോയില്ല അല്ലേ, ഉമ്മച്ചി എന്നെ കൊണ്ടുപോയില്ല അല്ലേ എന്നുകൊണ്ട് ഭയങ്കര വിഷമമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ പോയത്. എല്ലാവരെയും കൊണ്ടുപോയി. ടാസ്ക്കാണ്, എന്നാലും പാവല്ലേ. അപ്പോൾ ഞാൻ അവളെയും കൂടിയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞങ്ങൾ ചാവക്കാട് ബസ് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മണത്തല പാലത്തിൻ്റെ അവിടെ നിന്ന് ബസ് കയറാൻ വേണ്ടി പൊന്നാനിക്കുള്ള ബസ് കയറാനായിട്ട് കയറി. ഞാൻ ആദ്യമായിട്ടാണ് പൊന്നാനിക്കൊക്കെ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ, പൊന്നാനി റൂട്ട് ബസ് കയറുന്നത്. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് സനയുടെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ സനയുടെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടെ മറിയും ഉണ്ടായിരുന്നു. മറിയും ആദ്യമോ ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും അതൊന്നും ഭയങ്കരമായിട്ട് ദഹിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഇക്കൊക്കെയാണല്ലോ, ഇക്കൊക്കെ അവളായിട്ട് ഭയങ്കര കളി. അവൾ കമ്പനി ആവാൻ വേണ്ടി മറീൻ്റെ അടുത്ത് പോകുമ്പോൾ ഇക്കൊക്കെയും മറിയും ഭയങ്കര കളിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടില്ലാണ്ട് അവൾ വല്ലാണ്ട് അടുക്കാൻ നിന്നില്ല. നമ്മുടെ ആദമും മറിയും ഭയങ്കര അടുപ്പായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ വീടിൻ്റെ അടുത്ത് പോലെ ഫാമിലിയുടെ അടുത്താണ് കേട്ടോ. ഫാമിലിയും അതുപോലെ മറീൻ വേൾഡും ഒക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്കൊക്കെ നടന്നു. അവൾ വേറൊരു കസിൻ ഉണ്ടായിരുന്നു, അവളെ ബാബിയും പിന്നെ ഞങ്ങൾ മക്കളെല്ലാവരും കൂടിയിട്ട് നടന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച 6 മണിയാകുമ്പത്തിന് വീട്ടിലെത്തണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ഭയങ്കര രസമുണ്ട് കേട്ടോ കാണാൻ. ഒന്നാമത്തത് ഈ ബീച്ച് റൂട്ടും അതുപോലെ തന്നെ ആ ഒരു ഭാഗം തൃപ്രയാറല്ല തിരുവത്ര ഭാഗം ഒക്കെ റൂട്ട്. എനിക്ക് തിരുവത്ര തൃപ്രയാർ എപ്പോഴും തെറ്റും. അപ്പോൾ ആ ഒരു റൂട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുത്തെ ആ റോഡ് സൈഡായാലും അവിടുത്തെ കാണാൻ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ആണെങ്കിലും നമ്മുടെ മറീൻ വേൾഡിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായി ഇവിടെ ആണെങ്കിലും പാർക്കും കുറേ ഉണ്ട്. അപ്പോൾ ആദമിന് ഐസ്ക്രീം തുടങ്ങി, പാർക്ക് തുടങ്ങി. കുട്ടികളാണല്ലോ, സ്വാഭാവികമായിട്ട് തുടങ്ങുമല്ലോ. അപ്പോൾ ഇവർക്കൊന്നും ആദ്യം അങ്ങനെ തുടങ്ങിയിരുന്നില്ല, മിണ്ടാണ്ട് എൻ്റെ കൂടെ വന്നിരുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ തന്നെ വിടക്കാക്കിയതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ എന്ത് കണ്ടാലും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മറീൻ വേൾഡ്. നമുക്ക് പുറത്ത് നിന്ന് ആസ്വദിച്ച് കണ്ടാൽ മതി. ഉള്ളിലോട്ട് ഇപ്പോൾ കയറണ്ട, ഉള്ളിലോട്ട് കയറാൻ ടൈം നമുക്കായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിത് അവിടെ കുറേ റൈഡ് ചെയ്യാനുള്ളതും കുറേ ആക്ടിവിറ്റിക്കുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അതൊന്നും നോക്കിയില്ല. ഞങ്ങൾ നേരെ അവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ എൽന ബേബിനെ ഞാൻ ഒക്കത്ത് വെച്ചിട്ടാണ് നടന്നത്. കാരണം അവൾ കുറച്ച് നടന്നുള്ളൂ, പിന്നെ എടുക്കാൻ പറഞ്ഞു കേട്ടോ. അവൾ മറ്റവരായിട്ടൊന്നും ഒരു കണക്കിനും കൂട്ടാവുന്നില്ല. അപ്പം ഞാൻ എടുത്ത് നടന്നിട്ട് പിന്നെ ഞാൻ അവളവിടെ നിർത്തിയിട്ട് ഞങ്ങൾ പോന്നു. കാരണം നീ നടന്ന് വായു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഓടി വന്ന ഒരു രക്ഷയില്ല, കുട്ടീൻ്റെ തോളിൽ തന്നെ കയറി അങ്ങനെ എടുത്തിട്ട് തന്നെയാണ് നടന്നിരുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ തിരുവത്ര ഈ റൂട്ടുണ്ടല്ലോ, ഞാൻ തിരുവത്ര വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല.
അപ്പോൾ ഈ ഭയങ്കര രസമാണ് അവിടുത്തെ ഇത് കാണാൻ. ബീച്ച് ഉണ്ടല്ലോ, ഓൾറെഡി നമുക്ക് എല്ലാ ബീച്ചും കാണാൻ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഓരോരുത്തർ ഓരോ മൈൻഡ് സെറ്റ് ഉള്ളവരാണല്ലോ. എനിക്കിത് മനാലി ഈ മല, കുന്ന്, കടൽ, പുഴ, ആകാശം, നല്ല മേഘങ്ങളൊക്കെ ആയിട്ട് തെളിഞ്ഞ് നിൽക്കുന്ന ആകാശം ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഫോട്ടോ എടുക്കാനും അത് നോക്കിക്കാനും അതിൽ കൂടെ ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ വാ സൂപ്പർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഒരു ഇഷ്ടം എനിക്ക് ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു ഇഷ്ടം എനിക്ക് ഒരു 1.5 കൊല്ലമായിട്ട് എൻ്റെ കൂടെ വന്നൊരിഷ്ടമാണ്. അത് എല്ലാം തികഞ്ഞവരായിട്ടും ഫുൾ കംപ്ലീറ്റ് ആയ ലൈഫ് ആർക്കുമില്ല ഇപ്പോഴത്തെ കാലത്ത്. പ്രത്യേകിച്ചും എല്ലാവരും വിചാരിക്കും അവരുടെ ലൈഫ് എന്തൊരു ഹാപ്പിയാണ്, അല്ലെങ്കിൽ അവർ കണ്ടില്ലേ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ജീവിക്കണം. അങ്ങനെ ഒരു മനുഷ്യനും നമ്മുടെ ലോകത്ത് തന്നെയല്ല, മൊത്തത്തിലെല്ലാം കംപ്ലീറ്റ് ആയവരാരും ഇല്ല കേട്ടോ. എല്ലാവരുടെ ലൈഫിലും ഓരോരുത്തർക്കും ഓരോതായ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളൊക്കെ ഉള്ളവർ തന്നെയാണ് എല്ലാവരും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡാണ്. ചിലവരൊക്കെ എന്താ ചെയ്യും, ആ മൈൻഡും വെച്ച് മരിക്കോളം നേര് ജീവിക്കണവരായിരിക്കും. ചിലവർ അതിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നവരായിരിക്കും. ചിലവർ ഈ വക ഐറ്റംസ് എല്ലാം ചേർത്ത് പിടിച്ച് നിൽക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയി കുറച്ച് നേരം നല്ല ഫോട്ടോസും എല്ലാം എടുത്ത് സെറ്റായിട്ട് ഞങ്ങൾ വന്ന്. അപ്പോൾ വന്നവർക്ക് ഈ ഒരു വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ അതും കൂടി നോട്ട് ചെയ്യുന്ന ആളാട്ടോ. റോഡിൽ കൂടെ പോണ വീടുകളൊക്കെ നോക്കും, അതിലെനിക്കിഷ്ടമായ വീട് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അവൾ ബസ് കയറ്റിയിട്ടൊക്കെയാണ് അവൾ എന്നെ പറഞ്ഞയച്ചത്. അപ്പോൾ അത്യാവശ്യം ടൈമായിട്ടുണ്ട്, ഒരു 7 മണിയൊക്കെ ആയിട്ട് കേട്ടോ. നമ്മൾ 7 മണിയല്ല 6:30 ഒക്കെ ആയിട്ടുണ്ട് നമുക്ക് ബസ് കയറി നമ്മൾ വീട്ടിലെത്തണ ടൈം. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ശനിയാഴ്ച എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം തന്നെ ആയിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.